എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എട്ടാം ഭാവത്തിലെ നല്ലതും കെട്ടതുമായ കാര്യങ്ങളെപ്പറ്റി. അതിൽ പ്രമാണം ചോദിച്ചിട്ടാണ്. എനിക്ക് പ്രമാണമൊന്നും അറിയില്ല, ശ്ലോകങ്ങളൊന്നും അറിയില്ല. ഇത് ഞാൻ 18 വർഷം കൊണ്ടുള്ള എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാനത് പറഞ്ഞത്. പ്രമാണവും നോക്കിയിരുന്നാൽ കാര്യങ്ങളൊന്നും നടക്കില്ല. പ്രമാണം നോക്കി അല്ലെങ്കിൽ ഏത് ബുക്കാണ് ഏത് വചനമാണ് എന്നൊക്കെ നോക്കിയിരുന്നാൽ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം പഴയ പ്രമാണമനുസരിച്ച് തന്നെ നമ്മളത് പഠിക്കും അല്ലെങ്കിൽ അത് മനസ്സിലാക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഉണ്ടായിരിക്കാം. ശ്ലോകങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ കൊണ്ടുവരുന്നവരുണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് അങ്ങനെ പ്രമാണമൊന്നും അറിയില്ല. ഞാൻ അതിലോട്ട് ശ്രമിച്ചിട്ടുമില്ല. കാരണം ശ്ലോകങ്ങളൊക്കെ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അതൊക്കെ മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ട്. നമ്മുടെ മേടം എന്നുള്ള രാശിക്ക് തന്നെ പല പേരുകളുണ്ട്, ഇടവത്തിന് അങ്ങനെ പേരുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ശ്ലോകത്തിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രമാണങ്ങളുണ്ട്. പ്രമാണം പോലെ അങ്ങനെ അച്ചടി കോപ്പി പോലെയൊന്നും പറ്റില്ല. കാരണം ഇത് ഒരുപാട് അനുഭവത്തിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രമാണത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ അതിനെ കാപ്പി അടിച്ചിട്ട് പറയണമെന്നതല്ല ജാതകം. ഓരോ ആളിൻ്റെയും ജാതകം വ്യത്യസ്തങ്ങളാണ്. അപ്പം അത് അനുഭവത്തിലൂടെ തന്നെ മനസ്സിലാക്കണം. പ്രമാണമുണ്ടോ എന്ന് നോക്കി പ്രമാണം നോക്കി പഠിക്കുന്നവരൊന്നും അനുഭവത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പറയുന്നത്. പ്രമാണമുണ്ടോ അത് കറക്റ്റാണ്. അതങ്ങനെയല്ല. ജ്യോതിഷം എന്നുള്ളത് കൂടുതലും അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പാഠങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഞാൻ ഇന്നലെ എട്ടാം ഭാവത്തിനെ പറ്റി നല്ലതും ചീത്തയും. നല്ലതുമുണ്ട്. എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ട് നല്ലത് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ എട്ടാം ഭാവത്തിന് നമ്മൾ ആയുസിൻ്റെ കാര്യമില്ല. എട്ടാം അധിപതി എട്ടാം ഭാവമൊക്കെ അതിന് അപ്പുറമായിട്ട് ജീവനേക്കാളും വലുത് വേറെ ഒന്നുമല്ല. അപ്പോൾ ആ ജീവൻ നമ്മളെ രക്ഷിച്ച് നമ്മൾ ആയുഷ്കാലം നല്ല രീതിയിൽ ജീവിച്ച് പോകുന്നെങ്കിലും എട്ടാം അധിപതിയുടെ സപ്പോർട്ട് വേണ്ടേ. അപ്പോൾ നല്ലത് തന്നെ തരും. അപ്പോൾ അതിനൂടെ ബുദ്ധിമുട്ട്, സർജറിയോ ആക്സിഡൻറ്റോ കടങ്ങളോ നഷ്ടങ്ങളോ ബാധ്യതകളൊക്കെ അതും ചേർത്തുണ്ടാകും. അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഇവിടെ പ്രമാണം തേടേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിങ്ങൾ ചോദിച്ച ആളിന് വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത്. പ്രമാണം നമ്മൾ നോക്കിയിരുന്നാൽ നമ്മൾ ഒരിടത്ത് എത്തില്ല. ആ പ്രമാണത്തിലുള്ളതുപോലെ നമ്മൾ വരുന്നവർക്ക് ചിലപ്പോൾ അനുഭവത്തിൽ കാണില്ല. അപ്പം നമുക്ക് തെറ്റിപ്പോവും. അപ്പം അതിനേക്കാളും നമ്മൾ അനുഭവത്തിൽ എന്താണ് വരുന്നത് അത് കറക്റ്റായി വരുന്നോ, ഒരു കുറച്ച് ആളുകൾക്ക് അത് ശരിയായി വരുന്നുവെങ്കിൽ നമുക്കത് അനുഭവത്തിലെടുക്കാം. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഗുരു അല്ലെങ്കിൽ വ്യാഴം നമുക്കിന്ന് രണ്ടാം ഭാവത്തിൽ നിന്നാൽ എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പം 2-ൽ നിൽക്കുന്നു അല്ലേ, ഗുരു 2-ൽ നിൽക്കുന്നു. ഞാൻ ആ ലഗ്നത്തിലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് സംശയമുള്ളവർക്ക് അത് നോക്കാം. രണ്ടാം ഭാവത്തിലാണെങ്കിൽ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു. അവിടെ നിന്നുകൊണ്ട് 5ാമത്തെ ദൃഷ്ടിയിൽ ആറാം ഭാവത്തിലോട്ട് നോട്ടമുണ്ട്. അതുപോലെ 8ാം ഭാവത്തിലുണ്ട്. അതുപോലെ 10ാം ഭാവത്തിലുണ്ട്. അപ്പോൾ 2, 6, 8, 10 ഈ 4 കാര്യങ്ങൾ നിങ്ങൾ എടുക്കണം. സംസാരിക്കുമ്പോൾ 2-ൽ നിൽക്കുന്നതിനെ പറ്റി കുറച്ച് ഫലങ്ങൾ പറയണം. 6-ലോട്ട് നോക്കുന്നതിനെ പറ്റി, 8-ലോട്ട് ദൃഷ്ടി ചെയ്യുന്നതിനെ പറ്റി, 10-ലോട്ട് ദൃഷ്ടി ചെയ്യുന്നതിനെ പറ്റി. ഇത് ഇത്രയും നിങ്ങൾ അത് അത്രയും 4 ഇതായിട്ട് പറയണം. അപ്പോൾ ഈ ഭാവങ്ങളൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കണം. 2, 6, 8, 10. അപ്പോൾ 2 പറയുമ്പോൾ നമ്മുടെ വാക്ക് സ്ഥാനമാണ്, അല്ലെങ്കിൽ ഒരു വരുമാന സ്ഥാനമാണ് അല്ലേ. കുടുംബം, വാക്ക് അല്ലെങ്കിൽ നമ്മുടെ വരുമാനം ഒക്കെ പറയുന്നത് ഈ 2ാം ഭാവം തന്നെയാണ്. അപ്പോൾ ആ 2-ൽ നിന്നുകൊണ്ടാണ് 6-ലോട്ടും 8-ലോട്ടും 10-ലോട്ടും ദൃഷ്ടി ചെയ്യുന്നത്. ഓക്കെ. അപ്പം അസ്ട്രോളജർ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. 2-ൽ ഗുരു നിന്നാൽ അസ്ട്രോളജർ ആവാം, അല്ലെങ്കിൽ ടീച്ചർ ആവാം, അല്ലെങ്കിൽ ബാങ്കിങ് പോലുള്ള പണം ഇടപാടുകളുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യാം. കാരണം അതിൽ നിന്നൊക്കെ ഇവർക്ക് വരുമാനം കിട്ടാനുള്ളൊരു യോഗ്യത കാണുന്നുണ്ട്. അതുപോലെ ടീച്ചിങ്, പ്രീച്ചിങ്, ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ ഗവൺമെൻറ് സപ്പോർട്ട്, കോൺട്രാക്റ്റ്, അങ്ങനെയൊക്കെയുള്ള ഗവൺമെൻറ്റിൽ നിന്ന് ഒരു വരുമാനം വരുന്ന രീതി, അത് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വരുമാനം പ്രതീക്ഷിക്കാം. അപ്പോൾ 2ാം ഇടത്തിലാണ് ഒരു ഗുരു നിൽക്കുന്നില്ല. വേറെ ഏതെങ്കിലും ഒരു ഗ്രഹം നിന്നാലും ആ ഗ്രഹം വഴിയും നമുക്ക് വരുമാനത്തെ പ്രതീക്ഷിക്കാം. ഓക്കെ.
പിന്നെ ഇത് ഗുരു തന്നെ നമുക്ക് പാരമ്പര്യത്തെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ പാരമ്പര്യമായിട്ടുള്ള തൊഴിൽ അച്ഛനപ്പന്മാർ ചെയ്ത് വച്ചിട്ട് പോയ ആ തൊഴിൽ തന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയും ഉണ്ടാവാം. അത് ഇന്നത്തെ കാലത്തെ കുട്ടികൾ അതങ്ങനെ എടുക്കുമെന്ന് അറിയില്ല, എങ്കിലും അത് പാരമ്പര്യ തൊഴിലേയും കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഗുരു എന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം 2ൽ ഗുരു എന്ന് പറയുമ്പോൾ പിന്നെ 6ലോട്ടും 8ലോട്ടും 10ലോട്ടൊക്കെ നോക്കുന്നുണ്ട്. ഒരു പക്ഷെ 2ൽ ഗുരു വന്നാൽ കുഞ്ഞു പിറന്നതിന് ശേഷം യോഗം വരാം. കാരണം ഗുരു നിൽക്കുന്ന സ്ഥാനം 2അല്ലേ. അപ്പം ആ ഗുരുവിൻ്റേത് കുഞ്ഞുങ്ങൾക്ക് ജനിച്ച ശേഷം, കുടുംബമായതിന് ശേഷം അങ്ങനെ എടുക്കാം. 2ൽ ഗുരു നിൽക്കുന്നുണ്ട്, കുടുംബം ആയതിന് ശേഷം എന്നെടുക്കാം. അതുപോലെ 7ലോട്ട് ദൃഷ്ടി, അല്ലെങ്കിൽ 7ൽ നിൽക്കുകയാണെങ്കിൽ മാരേജ് കഴിഞ്ഞ ശേഷം, വൈഫ് വന്നതിന് ശേഷമാകാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് വന്നതിന് ശേഷമാകാം, ഇങ്ങനെ നമുക്കെടുക്കാം. അപ്പോൾ 2ൽ ഗുരു നിൽക്കുന്നുണ്ട്, കുടുംബമായതിന് ശേഷം നല്ല ഒരു പ്രശസ്തിയും പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ടെന്ന് എടുക്കാം. പിന്നെ അതുപോലെ മറ്റുള്ളവർക്ക് അഡ്വൈസ് ചെയ്യുന്ന രീതിയും ഒരു വാക്കുകൊണ്ടുള്ള ഒരു പിന്നെ വരുമാനം, അപ്പം മറ്റുള്ളവർക്ക് ഒരു എന്താ പറയുക, ഉപദേശം ചെയ്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ വെൽവിഷർ അല്ലെങ്കിൽ മെൻറ്ററാകാനൊക്കെ ഉള്ള ഒരു യോഗ്യതയുണ്ട്. എന്ത് തന്നെ നമുക്കൊരു നല്ല കാര്യം ഉപദേശിച്ച് തന്നാലും നമുക്കത് ഒരു ഗുരുവിൻ്റെ സ്ഥാനം തന്നെയാണ് നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള രീതിയിലുള്ള, അതുകൊണ്ടാണ് ടീച്ചിങ്ങും പ്രീച്ചിങ്ങും ഒക്കെ പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു പിന്നെ രീതിയിലാണെങ്കിലും ഇവർക്ക് നല്ലതാണ്. അതുപോലെ 2ൽ ഗുരു നിന്ന് കഴിഞ്ഞാൽ ഇവർ ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ നിന്നും പിന്മാറില്ല എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി കഠിന ശ്രമം നടത്തുമെന്നാണ് പറയുന്നത്. കാരണം ഒരു വാക്ക് പറഞ്ഞു പോയി, അവർക്കത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അവസാനം വരേക്കും അതിനുവേണ്ടി പോരാടി അവരൊരിക്കലും വാക്ക് മാറ്റി പറയില്ല. ഞാൻ പറഞ്ഞത് തന്നെ എന്നുള്ള രീതിയിൽ അവരെ ചെയ്യാൻ ശ്രമിക്കും. അല്ലാതെ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞാലും ഞാൻ പറഞ്ഞതാണ് എന്ന് സ്ഥാപിക്കുന്നവരാണ്. അല്ലാതെ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി പിന്നെ പറഞ്ഞില്ല എന്ന് പറയുന്ന ഒരവസ്ഥയെന്ന്. 2ൽ ഗുരു എന്നാൽ അവരുടെ വാക്കും നല്ല ശുദ്ധമായിരിക്കും, അവർ പറയുന്ന പ്രവൃത്തിയും അവർ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ 6ൽ ഗുരു നോക്കുന്നു അല്ലേ. 2ൽ നിന്നുകൊണ്ട് 6ലോട്ട് ഗുരു നോക്കുമ്പോൾ അവിടെ 6ആം ഭാവം എന്നത് ശത്രുഭാവമാണ്. ആ ശത്രുഭാവം ബലപ്പെടും എന്നാണ് പറയുന്നത്. അപ്പം ശത്രുക്കളെ കുറച്ച് ബലമുള്ളവരായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം അത് നോക്കുന്ന ഭാവത്തിന് ഗ്രോത്ത് കൊടുക്കും, അതിനെ എക്സ്പാൻഡ് ചെയ്ത് കളയും. അപ്പോൾ അവിടെ കടമാണോ അല്ലെങ്കിൽ രോഗമാണോ, എല്ലാ കാര്യങ്ങൾക്കും ഒരു എക്സ്പാൻഷനുണ്ട്. അപ്പോൾ അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് വളരും എന്നാണ് അർത്ഥം. അതുപോലെ ജോലി, 6ആം ഭാവത്തിൻ്റെ ജോലിയാണ്. ജോലി എപ്പോഴും ഉണ്ടായിരിക്കും. ജോലി ചെയ്ത് തളർന്ന് ബുദ്ധിമുട്ടി അവസ്ഥപ്പെടുന്ന ഒരവസ്ഥയാണ്. വരുമാനം എത്രത്തോളം ഉണ്ടോയെന്ന് അറിയില്ല, അതിനേക്കാളും ജോലി അവർക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ 2ആം ഭാവത്തിൽ നിന്ന് 2ാം ഗുരു നിൽക്കുന്നുണ്ട്. മന്ത്രം, നാമജപം അതൊക്കെ അവർക്ക് അതായത് അവരത് ചൊല്ലിയാൽ നല്ലതാണ്, പാരായണം ചൊല്ലിയാൽ നല്ലത്. അതുപോലെ 6ആം ഭാവത്തിലോട്ട് ദൃഷ്ടിയുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമൊക്കെ ആണെങ്കിൽ എഴുതിയാലൊക്കെ ജയിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ 2ൽ നിന്നും അപ്പം ഈ 6ൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും. 6ൽ ഗുരു നോക്കുന്നതുകൊണ്ട് 6ൻ്റെ ഭാവം ശരിയാകും എന്നുള്ളതല്ല. ഇപ്പോൾ നമുക്ക് പൊതുവെയുള്ള അഭിപ്രായം എന്താണ്, 2ൽ ഗുരു നോക്കുന്ന ഭാവത്തിന് പ്രശ്നമില്ലാതാക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുമല്ല, ഗുരു നോക്കുന്ന ഭാവത്തിന് വളർച്ച കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ 6ആം ഭാവത്തിലുള്ള കടം, രോഗം, ശത്രുത, സംശയം, പിന്നെ ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ വളർച്ച കൊടുക്കും. അപ്പോൾ രോഗം വർദ്ധിക്കാം, കടങ്ങൾ പെരുകാം, പിന്നെ ശത്രു മനോഭാവം കൂടാം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യം. ജോലി ഉണ്ടായിരിക്കും, സംശയം ഉണ്ടായിരിക്കും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ കൂടുതലാകാനാണ് ചാൻസ്, അല്ലാതെ അവിടെ കുറയുന്നതായിട്ട് നിങ്ങൾ എടുക്കരുത്. നിങ്ങൾക്ക് ചിലപ്പം തോന്നാം ഗുരു നോക്കുന്നത് കൊണ്ട് രോഗമില്ലാതാവും അല്ലെങ്കിൽ കടങ്ങളില്ലാതാവും. അങ്ങനെയല്ല, ഇതിനെയൊക്കെ കൂടുതൽ കൊടുക്കും. അപ്പം നമ്മളവിടെ കുറച്ച് ശ്രദ്ധിക്കണമെന്നാണ് അർത്ഥം. ഗുരു നോക്കുന്നത് കൊണ്ട് അതെല്ലാം സോൾവ് ആവില്ല, പ്രശ്നങ്ങൾ വഷളാവും, നമ്മൾ അത്രത്തോളം പോകരുത് എന്നാണ് അർത്ഥം. അതുപോലെ 2ൽ നിന്ന് 8ലോട്ട് നോക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും 8 എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പിന്നെ 6നേക്കാളും
കൂടിയതാണ് 8. അപ്പം 6 ചെറിയ ഒരു അസുഖങ്ങളാണെങ്കിൽ 8 എന്നുള്ളത് കുറച്ച് കൂടിയ തരം അസുഖങ്ങളും സർജറിയും ആക്സിഡൻറ്റ് പോലുള്ള പ്രശ്നങ്ങളും പിന്നെ ജീവനെ തന്നെ അപകടപ്പെടുത്തുന്ന മാതിരിയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ അതുവരേക്കും പ്രശ്നങ്ങൾ വന്ന് സീരിയസ് ആയിട്ട് അഡ്മിഷനൊക്കെ ആയി പ്രശ്നങ്ങളൊക്കെ വന്ന ശേഷം അവസാനം അവിടുന്ന് ആയുർദോഷം വന്ന് രക്ഷപ്പെടുന്ന ഒരവസ്ഥയിലോട്ട് വരും. കാരണം ഗുരു നോക്കുന്നത് കൊണ്ട് ആയുസ്സിന് ദീർഘായുസാണ്. ഗുരു 8 നോക്കുന്നു. അപ്പോൾ അതിന് ആയുസ്സിന് ദീർഘായുസുണ്ട്. പക്ഷെ അതിനൊരു ദോഷം തന്നിട്ട് ആയുസ്സിനെ തരും എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ അനുഭവത്തിലൂടെ നോക്കണം. അല്ലാതെ ഇരുന്ന് പ്രമാണമൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാം? എനിക്ക് ഒരു ശ്ലോകം പോലും അറിയില്ല. ഓക്കെ, ഞാൻ പഠിച്ചിട്ടുമില്ല, അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുമില്ല. അതിലൊന്നും അർത്ഥമില്ല എന്ന് തോന്നുന്നു ഇപ്പോൾ. കാരണം അതിനേക്കാളും ഒക്കെ നമുക്ക് പഠിച്ച ആ ശ്ലോകങ്ങളും പിന്നെ പ്രമാണങ്ങളൊക്കെ പഠിച്ച ടീച്ചേഴ്സുണ്ട്. നല്ല ബെസ്റ്റ് ടീച്ചേഴ്സ്. തമിഴ്നാട്ടിലാവട്ടെ നോർത്തിലാവട്ടെ നല്ല 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 ടീച്ചേഴ്സുണ്ട്. അവരിതിനെയൊക്കെ അങ്ങ് അരച്ച് കലക്കി കുടിച്ചിട്ടിരിക്കുകയാണ്. അവരിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. കാരണം അതുകൊണ്ട് എനിക്ക് പ്രമാണത്തിനെ തേടിയോ അല്ലെങ്കിൽ പിന്നെ ശ്ലോകങ്ങളെ തേടിയോ പോകേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല. അപ്പം ഇത് എൻ്റെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ ഇപ്പം ഞാൻ ഗുരു 2ാം ഭാവത്തിൽ ഓപ്പണായിട്ടല്ലേ പറയുന്നത്. നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ ജാതകം വാങ്ങി നോക്കിയിട്ട് ഈ സ്വഭാവങ്ങളൊക്കെ അവർക്കുണ്ടോയെന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെ അതേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കുമോ? ഞാനിപ്പം മെയിനായിട്ട് വീഡിയോ ചെയ്യുന്ന എൻ്റെ എനിക്ക് പഠിക്കുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അവർക്കൊക്കെ ഇത് പ്രയോജനപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം കണ്ടാൽ മതി. എനിക്ക് വ്യൂസോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനോ ഒന്നുമില്ല, വലിയതൊന്നുമില്ല. ഞാൻ വെറുതെ കുറേ വീഡിയോ എനിക്കറിയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. അതിൽ വളരെ തൃപ്തരായ എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട്. അവർക്കതിൽ കറക്റ്റാണെന്ന് തോന്നിയിട്ടാണ് അവർ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നത്. മറ്റുള്ളവരെയൊന്നും ഞാനത് ശ്രദ്ധിക്കാറുമില്ല. ഞാൻ അതിനു വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ വ്യൂസ് കാണണമെന്നോ ലൈക്ക് ഒന്നും ഞാൻ പറയാറില്ല. ഞാൻ വെറുതെ എനിക്ക് കുറച്ചൊക്കെ അറിയുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. എനിക്കതിലോടൊന്നും വലിയ താല്പര്യമില്ല. ഓക്കെ, അത് മാത്രമല്ല അപ്പോൾ വന്നാൽ രക്ഷപ്പെടും. അവസാനം ഗുരുവിൻ്റേതായതുകൊണ്ട് അത് രക്ഷപ്പെടും എന്നുള്ള രീതിയാണ്. അതുപോലെ ഇവർക്ക് സ്വന്തം അടുത്ത 2ൽ നിന്ന് 10 നോക്കുന്നു. അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്നൊരാഗ്രഹം കാണും. പക്ഷേ ബിസിനസ്സിൽ ലാസാവും. ആദ്യത്തെ അനുഭവമില്ലാതെ പോയി ബിസിനസ് ചെയ്യുകയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് അനുഭവമില്ലാത്ത കാര്യങ്ങളിലൊക്കെ പോയി ഇടപെട്ട് കാശ് നഷ്ടപ്പെടുത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് 6ഉം 2ഉം 6ഉം 8ഉം 10 നോക്കുന്നത്. അപ്പം അനുഭവമില്ലാതെ പണം മുടക്കിയാൽ അത് നഷ്ടപ്പെടാനുള്ളൊരു ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പം അതുകൊണ്ട് ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് നല്ലതാണെന്ന് അതാണ് ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ 8 നോക്കുന്നത് കൊണ്ട് ഒരു ചെറിയ അഭിമാനം ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ 2ൽ ഗുരു നിന്നാൽ നല്ല ഒരു ഫാമിലി എന്നർത്ഥം. അവരുടെ കുടുംബം നല്ലതാണ്, അച്ഛനമ്മമാരൊക്കെ നല്ല ആൾക്കാരാണെന്നോ അല്ലെങ്കിൽ തറവാട്ട് മഹിമയുള്ള ആൾക്കാരാണെന്നോ ഒക്കെ നമുക്ക് അങ്ങനെ പറയാം. 2ൽ ഗുരു നിൽക്കുകയില്ലേ. അപ്പം ദേവഗുരു നിൽക്കുന്നത് കൊണ്ട് അതൊരു പവിത്രമായ കുടുംബമെന്നോ എങ്ങനെ വേണമെങ്കിലും സമൂഹത്തിൽ നല്ല പേര് കേട്ട ഒരു കുടുംബമെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അതുപോലെ 2ൽ ഗുരു നിൽക്കുന്നതുകൊണ്ട് ഗുരു പണത്തിനെ കുറിക്കുന്നതാണ്. അപ്പം ചെറിയ വയസ്സിലേ പണം സമ്പാദിക്കണമെന്നുള്ള ഒരു ചിന്ത ഇവർക്കുണ്ടായിരിക്കും. അപ്പം ചെറുപ്പത്തിലേ അവരെന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകുമെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. അത് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാം, അങ്ങനെയും നമുക്ക് എടുക്കാം. അതുപോലെ LIC ഇപ്പോൾ 8 എന്നുള്ളത് 2ഉം 8ഉം കണക്ഷൻ വരുന്നതുകൊണ്ട് ഇൻഷുറൻസിൽ ഇപ്പോൾ LIC അല്ലെങ്കിൽ മെഡിക്കൽ ക്ലെയിം ഇല്ലേ, മെഡിക്കൽ ഇൻഷുറൻസ് ഇങ്ങനെയുള്ള അതിൽ ജോലി ചെയ്യാനുള്ള ഒരു അവസ്ഥയും ഉണ്ടാക്കാം. അതുവഴി വരുമാനം വരും എന്നാണ് പറയുന്നത്. അതുപോലെ വീടിനടുത്ത് ഇപ്പം ദേവഗുരു എന്നുള്ളത് നമുക്ക് ഗുരുവിനെ നമ്മൾ ബ്രാഹ്മണായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അസുരഗുരു ശുക്രനും ദേവഗുരു നമ്മുടെ വ്യാഴവുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ബ്രാഹ്മൺ ഫ്രണ്ട്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ വീടിനടുത്ത് ബ്രാഹ്മൺ അയൽക്കാർ ഉണ്ടാവാം. ഇങ്ങനെയൊക്കെ ഒരു ചാൻസ് കാണുന്നുണ്ട്. അതുപോലെ ഇവരുടെ 2ൽ ഫേസ് അല്ലേ, ഫേസ് 2 നമ്മുടെ ഫേസാണ് അല്ലേ. അപ്പോൾ അത്
മുഖരാശിയായിരിക്കും എന്നാണ് പറഞ്ഞത്. നല്ല ഒരു ലക്ഷണമൊത്ത ഫേസ് ആയിരിക്കും എന്ന് പറയും 2 ഗുരു ഉള്ളതുകൊണ്ട്. അവിടെ പാപഗ്രഹങ്ങളൊന്നും നോക്കാൻ പാടില്ല, പാപഗ്രഹങ്ങൾ നിൽക്കാനും പാടില്ല. ഞാൻ ഏത് ലഗ്നമായിരുന്നാലും ഗുരു 2ാം ഭാവത്തിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഏത് വീടാണെന്നുള്ളത് നോക്കണം. ശനിയുടെ വീടാണോ, അല്ലെ എന്താ പറയുക വേഴത്തിൻ്റെ വീടാണോ, അല്ലെങ്കിൽ ചന്ദ്രൻ്റെ എങ്ങനെയാണെന്നുള്ള 2ാം ഭാവം എങ്ങനെ വരുന്നുള്ളതും കൂടെ നോക്കിയിട്ട് വേണം നമുക്ക് ഈ കാര്യം പറയാം. ഓക്കെ. ഇവർക്ക് ഒരുപാട് മധുരം ഇഷ്ടമാവും. ഇപ്പോൾ ഗുരു എന്ന് പറയുന്നത് തന്നെ സ്വീറ്റ്സാണ്. ഇപ്പോൾ ലഡ്ഡു, ജിലേബിയല്ല, ലഡ്ഡു, പിന്നെ ഇതൊക്കെ മധുരം ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മഞ്ഞ കളറിലൊക്കെ ഉള്ള ലഡ്ഡുവൊക്കെ ഇല്ല, അതൊക്കെ നമ്മൾ ഗുരുവിനാണ് പറയുന്നത്. ചില സ്വീറ്റ്സൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ മധുരം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയുന്നു. ശർക്കര ഇട്ടുണ്ടാക്കിയ ഐറ്റങ്ങളായിരുന്നാലേ അവർക്ക് ഇഷ്ടമാണ്. അതുപോലെ വാക്ക് ഫലിതമുണ്ടെന്ന് പറഞ്ഞു. 2 ഇട്ട് നോക്കുന്നുണ്ട്, വാക്ക് ഫലിതവുമുണ്ട്. വാക്ക് പറയുന്ന വാക്കിനെ അവർ പാലിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. കോടീശ്വര യോഗമുണ്ടെന്നാണ് പറയുന്നത്. പിൽക്കാലത്തെങ്കിലും 2 ഗുരു നിന്നാൽ കോടീശ്വര യോഗമുണ്ട്. കാരണം ബുദ്ധികളും മുട്ടികളും കഷ്ടങ്ങളും ഒക്കെ വന്നാലും അവസാനം ഗുരു തന്നെ രക്ഷിക്കുന്ന ഒരവസ്ഥയുമായിട്ടാണ് കണ്ടുവരുന്നത്. അവസാനം ഇവരുടെ കയ്യിൽ എപ്പോഴും പണം കാണും. 2 ഗുരു നിൽക്കുന്നുണ്ട്, അവരുടെ കുടുംബത്തിൽ പണം കാണും, വീട്ടിൽ പണം കാണും. ഇവർക്ക് വരുമാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവരുടെ ഫാമിലിയിൽ പണമുണ്ട് എന്നുള്ളൊരവസ്ഥയാണ് ആ ഗുരു 2 നിൽക്കുന്നത് കാണിക്കുന്നത്. കുടുംബത്ത് പണമുണ്ട് എന്നർത്ഥം. അതുപോലെ ഇവരുടെ മുത്തശ്ശനും അച്ഛനും മുത്തശ്ശനും ഒക്കെ അവരുടെ ഫാമിലിക്കൊക്കെ നല്ല പണം ഉണ്ടായിരിക്കും. ഇവരുടെ കാര്യം 2ാമത്. ഇവർ കുഞ്ഞായിരിക്കുമ്പോൾ ഉള്ള അതല്ലേ നാം പറയുന്നത്. പക്ഷേ ഇവരുടെ കുടുംബത്തെല്ലാവർക്കും പണം ഉണ്ടാവും. മുത്തശ്ശനൊക്കെ നല്ല പേര് കേട്ട ആളും നല്ല പണം ഉണ്ടാകുന്ന ആൾ, അല്ലെങ്കിൽ പേരും പ്രശസ്തിയൊക്കെ ഉള്ള ആളെന്നാണ് പറയുന്നത്. അതുപോലെ 2 നിന്ന് 6 നോക്കുന്നുണ്ട്, രോഗം വർദ്ധിക്കും. നിങ്ങളത് ശ്രദ്ധിക്കണം. പാപഗ്രഹങ്ങളൊക്കെ ദൃഷ്ടിയുണ്ടോ എന്നൊക്കെ നോക്കണം. പല ഗ്രഹങ്ങൾ നോക്കുന്നത് കൊണ്ട് അസുഖങ്ങൾ കൂടാം. മറ്റ് ശനിയൊക്കെ നോക്കണമെങ്കിൽ രോഗകാരകനാണ് ശനി, അപ്പോൾ അസുഖങ്ങളും കൂടാം. പക്ഷെ അവസാനം നമുക്കൊരു രക്ഷ വരും. ഗുരുവല്ലേ നോക്കുന്നത്. അവസാനം എത്ര പ്രശ്നം വന്നാലും രക്ഷപ്പെടാനുള്ള ഒരു ചാൻസും ഗുരു തന്നെ തരും. എങ്കിലും 6 ഗുരു നോക്കുന്നതുകൊണ്ട് ആ ഗുരു നോക്കുന്ന ഭാവം എന്താണെന്നും അറിയില്ല. അവിടെ ഏത് സ്ഥാനമാണോ ഒന്നൊന്നും നോക്കില്ല. ഗുരു നിൽക്കുന്ന ഭാവത്തിൽ നിന്ന് നേരെ ദൃഷ്ടി ചെയ്യുന്ന ഭാവം ഏതാണോ അവിടെയുള്ള കാരകങ്ങളെല്ലാം, അല്ലെങ്കിൽ അവിടുത്തെ ഭാവത്തിലെ പ്രശ്നങ്ങളോ ഗ്രഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വലുതാക്കി വിടും. അവിടെ 4ാം ഭാവമാണോ 5ാം ഭാവമാണോ 6ാം ഭാവമാണോ എന്നൊന്നും നോക്കില്ല. ആ ഭാവത്തിൽ എന്താണ് നമുക്ക് കാരകത്വങ്ങൾ തന്നിട്ടുള്ളത്. ഇപ്പം 6ൻ്റെ കാരകത്വം എന്താ? കടം, രോഗം, ശത്രുത, സംശയം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബലപ്പെടും. ഒരു ജോലി ഇല്ലേ, ഇതൊക്കെ വളർത്തിവിടും. അതുപോലെ 8 എന്തൊക്കെയാണ്? അതിനെ അതുപോലെ വളർത്തിവിടും. 10 എന്താണ്? അതുപോലെ അതിനെ വളർത്തിവിടും. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ അവിടെ പോയി ഗുരു നോക്കുന്നതുകൊണ്ട് എല്ലാം ശമനമാകുമെന്നുള്ളത് പ്രതീക്ഷിക്കരുത്. എല്ലാത്തിനും വളർത്തിവിടും. പിന്നെ അതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റും കഷ്ടങ്ങളും ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞെടുത്ത് രോഗം ശരിയാകും എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഈ 2 ഗുരു നിന്നാൽ ആ ജാതകൻ ജനിച്ച ശേഷം കുടുംബം മെച്ചമാകും എന്നാണ് പറയുന്നത്. ഒരു കുട്ടി 2 ഗുരു ആയിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടീനെ കൊണ്ട് ആ ഫാമിലി നല്ല മെച്ചത്തിലെത്തും എന്ന് പറയുന്നുണ്ട്. അതുപോലെ അനുഭവമില്ലാതെ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ നിങ്ങൾ ജോലി മാത്രം ചെയ്യുക. വെറുതെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് പണത്തിനെ നഷ്ടപ്പെടുത്തരുത് എന്ന് പറയുന്നുണ്ട്. പ്രത്യേകം 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ടത്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. എപ്പോഴും 6ാം ഭാവം അനുഭവമാണ്. ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് വേണം നിങ്ങൾ വീണ്ടും ബിസിനസ് ചെയ്യാൻ. അനുഭവത്തിൽ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച ശേഷം മാത്രം ആ ബിസിനസ് ചെയ്താൽ മാത്രമേ അത് ശോഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരും, തോറ്റുപോകും. മക്കൾക്ക് വേണ്ടിയൊക്കെ ഒരു ഗുരുവല്ലേ, ഗുരു കുട്ടികളാണ്. കുട്ടികൾക്ക് വേണ്ടിയൊക്കെ അവർ ചെയ്ത് നോക്കും. അതിൽ ചിലപ്പോൾ സക്സസ് ആവില്ല, പ്രശ്നങ്ങൾ വരും. അതുപോലെ 2 ഗുരു നിൽക്കുന്നു. 7ാം ഭാവവും ശരിയല്ല എന്നുണ്ടെങ്കിൽ, 7ാം ഭാവത്തിൽ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ
മാരേജിലൂടെ ഇവർക്ക് പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അത് 7ാം ഭാവത്തിൻ്റെ 7ാം അധിപതിയുടെയും കാര്യമൊന്ന് ശ്രദ്ധിക്കണം. 8ാം അധിപതിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. 2ൽ ഗുരു നിൽക്കുന്നത് കൊണ്ട് മാരേജ് ലൈഫ് സക്സസ് ആവും എന്ന് പറയാൻ പാടില്ല. ആ 7ാം അധിപതിയെയും 8ാം അധിപതിയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയ ശേഷം മാത്രമേ വിവാഹത്തിൻ്റെ പൊരുത്തത്തിലോട്ടൊക്കെ ഏർപ്പെടാൻ പാടുള്ളൂ കേട്ടോ. 2ൽ ഗുരുവാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അലക്ഷ്യമായിട്ട് ഇരിക്കരുത്. അതുപോലെ അവർക്ക് പണത്തിന് എപ്പോഴും പണം സമ്പാദിക്കണം എന്നുള്ള ചിന്ത ഉണ്ടായിരിക്കും. ഏത് നേരത്തിലും പണം ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത, വയസ്സായാലും എത്ര വയസ്സായിരുന്നാലും പണം വേണം അല്ലെ പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത അവർക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് ഈ ബിസിനസ് ചെയ്യാമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാമോ എന്നുള്ളൊരു ചിന്ത ഇവർക്ക് വരുന്നത്. വെറുതെ ഇല്ല, പണം എങ്ങനെയെങ്കിലും ലാസ്റ്റ് വരയ്ക്കും ഉണ്ടാക്കണം എന്നുള്ള ചിന്ത എപ്പോഴും ഇവർക്ക് ഉണ്ടാവും എന്ന് പറയുന്നു. അതുപോലെ ഇവരുടെ ഫാമിലിയിൽ മെഡിക്കൽ നോളജോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ നഴ്സോ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ള ആരെങ്കിലുമൊക്കെ കുടുംബത്തിൽ കാണും. ചിലപ്പോൾ ഇവർ തന്നെ ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവരുടെ മക്കളാകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരു മെഡിക്കൽ നോളജ് ഉണ്ടാകും എന്ന് പറയുന്നു. അപ്പോൾ 2ൽ നിന്ന് 8ലോട്ട് നോക്കുന്നില്ലേ, അപ്പോൾ തീർച്ചയായിട്ടും 8ാം ഭാവത്തിനെ ഗുരു നോക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ വ്യാഴം നോക്കുന്നത് കൊണ്ട് ആയുർബലം കൂടുതലാണ്. അത് നിങ്ങൾ പേടിക്കണ്ട. എത്ര അസുഖം വന്നാലും ഇപ്പോൾ 8ലും 6ലും നല്ല ഗുണങ്ങളുണ്ട്. 8ലോട്ട് നോക്കുന്നു 6ലോട്ട് നോക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളിൻ്റെ 6ലോട്ട് നോക്കുന്നെങ്കിൽ ഇപ്പോൾ ഒരു ജാതകം ഒരാളിന് മാത്രമല്ല, വേറൊരു അപ്പം 5ൻ്റെ 2ആണ്. അപ്പോൾ 6ലോട്ട് നോക്കുന്നു എന്ന് പറയണം. പക്ഷെ നമ്മുടെ ജാതകത്തിൽ 5ൻ്റെ 2ആണ് 6 അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വരുമാനത്തിനൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ 8ൻ്റെ 2ആണ് 9. പിതാവിനെ പറ്റി പറയാം. ഇതിൽ ഇങ്ങനെ നമുക്ക് പലതും പറയാൻ പറ്റും. 9ൻ്റെ 2ആണ് 10. അപ്പോൾ പിതാവിൻ്റെ വരുമാനത്തിലാണ് ഗുരു നോക്കുന്നത്. അപ്പം പിതാവിനെ പറ്റി പറയാം, കുഞ്ഞുങ്ങളെ പറ്റി പറയാം. ഒരു ജാതകത്തിൽ നമ്മളുടെ അമ്മായി സകല ആൾക്കാരെയും നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു ബന്ധങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ബന്ധങ്ങൾ ആ ലഗ്നമായിട്ട് ഇട്ട് കഴിഞ്ഞ് നമ്മൾ നോക്കിയാൽ നമുക്കിപ്പം 4ാം ഭാവം നമുക്കൊരു ലഗ്നം തരും. ആ ലഗ്നത്തിൻ്റെ 4ാം ഭാവം അമ്മയാണ്. അമ്മയെ നമ്മളൊരു ലഗ്നമായിട്ട് കണക്കാക്കി അമ്മയത് ഫുള്ളാக പറയാം. അതുപോലെ 7ാം ഭാവം എന്ന് പറഞ്ഞാൽ വൈഫോ ഹസ്ബൻഡോ ആവാം. അവരുടെ ലഗ്നം ഇട്ടാൽ അവരത് കംപ്ലീറ്റ് നമ്മളെ ബാധിക്കുന്നത് അവരെയും ബാധിക്കുന്നതായിട്ട് നമുക്കതിൽ പറയാം. ഒരു കുഞ്ഞ് ഒരാളിനെ ബുദ്ധിമുട്ടാണെന്ന് വരുമ്പോൾ മറ്റൊരാളിനും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ആ കുഞ്ഞ് ജനിക്കാതിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ച് അബോഷനൊക്കെ ആവത്തുള്ളൂ. 2 പേർക്കും ആ പ്രശ്നം വരണം. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു ജാതകത്തിൽ തന്നെ 2 പേരെ നോക്കാം, ഹസ്ബൻഡിൻ്റെ നോക്കാം വൈഫിൻ്റെ നോക്കാം. 2 പേർക്കും ബുദ്ധിമുട്ടാണെങ്കിൽ അവരെ ജാതകമൊന്നും വാങ്ങി നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഒറ്റ ജാതകത്തിൽ നമുക്ക് ലഗ്നവും നമ്മളെ 7ാം ഭാവവും അല്ലെങ്കിൽ 7ാം അധിപതി നിൽക്കുന്ന രാശിയും ഭാവവും അത് എടുത്താൽ മതി. ലഗ്നത്തിൽ ചിലപ്പോൾ ലഗ്നാധിപതി നിൽക്കാം, അല്ലെങ്കിൽ ലഗ്നാധിപതി എവിടെയെങ്കിലും നിൽക്കാം. അതുപോലെ 7ാം ഭാവത്തിൽ 7ാം അധിപതി നിൽക്കാം, അല്ലെങ്കിൽ മാറി നിൽക്കാം. അപ്പോൾ അത് രണ്ടും കൂടെ നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ ജാതകനും ജാതകൻ്റെ വൈഫിനും മാച്ചാവും കറക്റ്റ്. കുഞ്ഞുങ്ങൾ ഇവർക്ക് ഇല്ലയെന്ന് വരികയാണെങ്കിൽ 2 പേർക്കും മാച്ചാവും. അപ്പോൾ പറഞ്ഞു കൊടുക്കാം, നിങ്ങൾക്ക് 2 പേർക്കും പ്രശ്നമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിന് അവരുടെ വൈഫിൻ്റെ ജാതകം കൊണ്ടുവരണമെന്ന് ആവശ്യമില്ല. ഒരാളിൻ്റെ ജാതകത്തിൽ ആയുസിൻ്റെ ബലം നോക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അടുത്ത ആളിൻ്റെ ജാതകവും കൂടെ വാങ്ങി നോക്കുന്നത്. മറ്റുള്ളതെല്ലാം ഇതിൽ കാണിക്കും. കാരണം ആയുസിൻ്റെ ബലം ഇവിടെ നമുക്ക് ചിന്ത്യം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് കാണിക്കുകയാണെങ്കിൽ അവരുടെ ജാതകത്തെ എടുത്ത് നോക്കുമ്പോൾ അതുപോലെ കാണിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് ഒറ്റ ജാതകം കൊണ്ട് മറ്റുള്ളവരുടെ ജാതകങ്ങളിലെല്ലാം കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കത് മതിയാവും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരുടെ ഒരു കുടുംബത്തിലെ ആൾക്കാരെ മൊത്തം ജാതകം നോക്കാൻ പറ്റും. പക്ഷേ ഫീസൊന്നും തരില്ലല്ലോ, അതാണ് പ്രശ്നം. ഓരോ ജാതകം നോക്കിയാൽ ഓരോ ഫീസ് അവർ കൊടുത്തിട്ട് പോകും. അപ്പം അത് കാരണം എല്ലാവരും എന്ത് ചെയ്യും, ആ ജാതകം കൊണ്ടുപോവാ ഈ ജാതകം കൊണ്ടുപോകാന്ന് പറയും. അല്ലാതെ തന്നെ നമുക്ക് അതൊന്നും വേണ്ട, ആയുസിനെ മാത്രം നോക്കാനാണ്. അതൊരു കൺഫർമേഷന് വേണ്ടി മറ്റേ ജാതകം നോക്കുന്നുള്ളൂ. പക്ഷേ ഇതിനുള്ളിൽ തന്നെ എല്ലാ ആൾക്കാരുടെ ഫലങ്ങളും നമുക്ക് പറയാൻ പറ്റും. അതിന് മെനക്കണില്ല ആൾക്കാർ. അതിന് മെനക്കണേ ഒരു ദിവസം ഫുള്ളാകില്ലേ. ഒരു ദിവസത്തിന് വല്ല ചെറിയ എമൗണ്ട് കൊടുത്ത് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പം അത്രയും മൊത്തം ആൾക്കാരുടെ ജാതകം നോക്കുമ്പോൾ സമയമെടുക്കില്ലേ. ആ സമയത്തിൻ്റെ ഫീസൊന്നും ആരും കൊടുക്കില്ല. ഇപ്പോൾ എല്ലാവരും നല്ല ഫീസൊക്കെ വാങ്ങിയാണ് ജാതകം നോക്കുന്നത്. കറക്റ്റായിട്ട് പോയിൻ്റായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആരും തേടി വരും. ഇപ്പം ഞാൻ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്.
പിന്നെ മാക്സിമം ഒരു 12 ഭാവങ്ങളൊക്കെ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു അസ്ട്രോളജർ ആവാനുള്ള എല്ലാ യോഗ്യതകളും പിന്നെ വരണം എന്നുള്ള രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഓരോ ഭാവങ്ങളായിട്ട് മറ്റുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പഞ്ചാംഗത്തിൻ്റെ കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാൻ റെഡിയാണ്. കാരണം പഠിക്കുന്നതിനും ചില ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും സെറ്റാവില്ല. അതാണ് ആദ്യം ഇൻട്രസ്റ്റ് ആയിട്ട് കുറച്ച് ആൾക്കാർ വരും, പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് കൂടുതൽ കാര്യങ്ങളോട്ട് ഇറങ്ങുമ്പോൾ ചിലർക്ക് പ്രാണനെ പോലെ കരുതുന്നവരൊക്കെ പഠിക്കും, അല്ലാത്തവരൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും. അങ്ങനെയുണ്ട്. ഞാൻ തുടങ്ങുമ്പോൾ സ്ട്രെങ്ത് ഇപ്പോൾ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ അവർക്ക് ഇത്രയും വേണോ, ഇത്രയും പഠിക്കണോ എന്നുള്ള ഒരു അങ്കലാപ്പ. പിന്നെ ബേസിക് സ്ട്രോങ് ആകാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. ബേസിക് സ്ട്രോങ് ആയിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻട്രസ്റ്റാണ് പഠിക്കാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ബേസിക്കും കൂടെ ഞാൻ യൂട്യൂബിൽ തന്നെ ഒരു പിന്നെ വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരുപാട് പേര് ആദ്യം ചേർന്ന ശേഷം എനിക്ക് ഇത് കട്ടിയാണ്, മാഡത്തിൻ്റെ ക്ലാസ് കുറച്ച് കട്ടിയായിരിക്കണം, എനിക്ക് യൂട്യൂബിൽ നിന്ന് പഠിച്ചത് കൊണ്ടാണ് എനിക്ക് മനസ്സിലാകാത്തതെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത്. യൂട്യൂബിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്നതിനേക്കാളും ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എത്രത്തോളം ഗുരുമുഖത്ത് നിന്ന് പഠിക്കുമോ നമുക്ക് അവിടെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ പറ്റും. എന്താണെന്ന് 10 പ്രാവശ്യം ചോദിക്കാം. ഇത് നമ്മളെ ഒരു വീഡിയോ കണ്ടിട്ട് അതിലെന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ആരുടെയെങ്കിലും വീഡിയോ തിരയും. ഇതിന് ആൻസർ അവിടെ കിട്ടുന്നു, ഇവിടെ കിട്ടുന്നു. ക്വസ്റ്റ്യൻ ചോദിക്കുക, ചിലപ്പോൾ ക്വസ്റ്റ്യന് മറുപടി പറയില്ല. അപ്പം അതിന് നമ്മൾ വേറെ വീഡിയോ തിരയേണ്ടി വരും. മനസ്സിലായില്ലേ? ഇതങ്ങനെയല്ല. നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനും ഈ ജ്യോതിഷം എപ്പോഴും ഒരു ഗുരുവിൻ്റെ ഒരു ആശീർവാദം വേണം. നമുക്ക് ജ്യോതിഷം പഠിക്കും മറ്റുള്ള സബ്ജക്റ്റുകളെക്കാളും നമ്മൾ സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്നില്ലേ, അതുപോലെ തന്നെ ഈ ജ്യോതിഷം പഠിക്കുമ്പോൾ യൂട്യൂബിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതൊക്കെ കേട്ട് നിങ്ങൾ മനസ്സിലാക്കാതെ, കാരണം ആദ്യമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് തന്നെ പഠിക്കണം. കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ പഠിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ അത് കറക്റ്റായിട്ടാണോ കൊണ്ടുപോകുന്നത് ക്ലാസ് എന്നൊക്കെയുള്ളതൊന്നും ഇല്ലല്ലോ. ആദ്യം പെട്ടെന്ന് നമ്മൾ പഠിക്കുന്നതങ്ങ് മനസ്സിൽ പതിയും. അപ്പോൾ ഒരു ഗുരുവിൻ്റെ കീഴിൽ പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം. ഒരു 6 മാസത്തെ കോഴ്സ് എവിടെയെങ്കിലും പോയി പഠിച്ചാൽ അത് കറക്റ്റാ എല്ലാം ആദ്യം മുതൽ അവസാനം വരയ്ക്കും പറഞ്ഞു തരും. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ഞാൻ ഗുരുവിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ പോയി പഠിക്കണമെന്ന്. അത് പഠിച്ച ഒരു ആശീർവാദം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. പല ക്ലാസ്സുകൾ മാറിയാലും പല ഗുരുക്കന്മാരെ തേടിപ്പോയാലും ഒന്നും ഒരു പ്രശ്നമില്ല. അത് അവരുടെ എഫിഷ്യൻസിയുടെ പ്രശ്നമാണ്. നമുക്ക് പറ്റുന്നില്ല എന്ന് തോന്നണമെങ്കിൽ അവർ വേറെ ഒരു ഗുരുവിനെ തേടി പോകും. അതിലൊന്നും ഒരു തെറ്റ് പറയുന്നില്ല. കാരണം നമ്മളെ പഠിക്കണം, അല്ലെങ്കിൽ നമുക്കതൊരു വരുമാന മാർഗമാക്കണം എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ നമ്മുടെ ബുദ്ധി തന്നെ വേറെ തേടിപ്പോവും. അത് ഇങ്ങനെ അവസാനം വരയ്ക്കും തേടിക്കൊണ്ട് നടക്കുന്ന ഒരു സബ്ജക്റ്റാണ് ജ്യോതിഷം. അത് എത്ര തന്നെ ഓരോ പഠിച്ചാലും ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കേട്ടാലും നമുക്ക് ചിലപ്പം പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ അവസ്ഥകളൊക്കെ വരാം. അപ്പം അതുകൊണ്ട് എത്രത്തോളം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അത്രത്തോളം നല്ലത്. അപ്പോൾ എൻ്റെ ഇപ്പം ക്ലാസ് 2ാം ഭാവത്തിൻ്റെ ക്ലാസ്സാണ്. ലഗ്നഭാവം കഴിഞ്ഞു, ഗ്രഹകാരകത്വങ്ങൾ കഴിഞ്ഞു, രാശികാരകത്വങ്ങൾ കഴിഞ്ഞു. ഇപ്പം 2ാം ഭാവത്തിൻ്റെ ക്ലാസ് ആഗസ്റ്റ് 16-ാം തീയതി ആരംഭിക്കുകയാണ്. ബേസിക് കഴിഞ്ഞു. ബേസിക് നല്ലവണ്ണം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളവർ അടുത്തത് ക്ലാസ് കിട്ടുന്നില്ല എന്നുള്ള ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ കൂടുതൽ പഠിക്കാനുള്ള വേറെ ക്ലാസ്സുകൾ ഇതുവരെയ്ക്കും പോയിട്ടില്ല എന്നെങ്കിലും നിങ്ങൾക്കൊരു പഠിക്കാനുള്ള ആഗ്രഹം കാണും, പക്ഷേ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ ജോയിൻ ചെയ്യാം കേട്ടോ. അതൊന്നും ഒരു പ്രശ്നമില്ല. വാട്സപ്പിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതനുസരിച്ച് ഒരു വർഷത്തേക്ക് നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അറിവ് കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അങ്ങനെയാണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പഠിക്കാനുള്ള സബ്ജക്റ്റ് അത്രയും നിങ്ങൾക്ക് ഈസി ആയിട്ട്, വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഒരു സ്റ്റോറി പോലെ, ഒരു ജ്യോതിഷ പേരുകളോ അല്ലെങ്കിൽ ജ്യോതിഷത്തിൻ്റെ ഒരു ഇതുമില്ലാതെ സാധാരണ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന പോലെ തന്നെ എക്സാമ്പിളോടുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും പറ്റും. പഠിച്ച കുട്ടികളൊക്കെ അങ്ങനെയാണ് പറയുന്നത്. നല്ല ഈസിയാണ്,
കാര്യങ്ങളൊക്കെ 100% ശരിയായി വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ബേസിക്ക് നല്ലവണ്ണം സ്ട്രോങ് ആയി ഒരുവിധമൊക്കെ ബേസിക്ക് മനസ്സിലായിട്ടുള്ളവർക്ക് ഈ ക്ലാസ്സുകൾ വളരെ വളരെ പ്രയോജനപ്പെടും. പിന്നെ അടുത്ത് വരുന്ന ക്ലാസ്സാണ് ഹയർ ക്ലാസ്. ആ ഹയർ ക്ലാസ്സിൽ ഫുള്ള് ജാതകം മാത്രം ഇട്ട് അതെങ്ങനെയാണെന്ന് പ്രഡിക്ഷൻസ് പ്രഡിക്ഷൻ ആയിരിക്കും. അതും കൂടെയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് പക്ക ഒരു അസ്ട്രോളജർ ആകാനുള്ള എല്ലാ കഴിവും ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് വരുമാനത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. നമ്മൾ പഠിച്ച കാശൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് ഞാൻ പറയുന്നത്. പിന്നെ 2 നിന്ന് 8 നോക്കുന്നതിന് ദീർഘായുസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ 2 10 കണക്ഷൻ വരുമ്പോൾ ട്രസ്റ്റ് ഫാം ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവാം. ട്രസ്റ്റിൽ മെമ്പർ ആവാം, അല്ലെങ്കിൽ ട്രസ്റ്റ് ഇവർ തന്നെ ഫാം ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ഓണർ ആവാനുള്ള അല്ലെങ്കിൽ മുതലാളി, ഒരു ബിസിനസ്സിൻ്റെ മുതലാളി ആവാനുള്ള ഒരു യോഗ്യതയും ഇതിൽ പറയുന്നു. അതുപോലെ അച്ഛനും 9-2 പിന്നെ ഗുരു നോക്കുന്നത് കൊണ്ട് 10 നോക്കുന്നില്ല. അപ്പോൾ 9 എന്ന് പറഞ്ഞത് പിതാവാണ്. പിതാവിൻ്റെ 2ാം ഭാവത്തിലോട്ടാണ് ഗുരു നോക്കുന്നത്. അപ്പം പിതാവും കോടീശ്വരനാണ് എന്നുള്ള രീതിയും കൂടെ നമുക്ക് കണക്കിലെടുക്കാം. അപ്പം ഇങ്ങനെയൊക്കെയാണ് 2 ഗുരു നിന്നാലുള്ള കുറേ ഭാഗങ്ങളെ പറയുന്നുള്ളൂ. ഇനി കുറേ കൂടെ ഉണ്ട്. അതൊക്കെ ഞാൻ ക്ലാസ്സിലാണ് വിവരിച്ചു കൊടുക്കുന്നത്. കാരണം അത് എക്സാമ്പിളോടുകൂടി ക്ലാസ്സിൽ ഇതൊക്കെ വിവരിച്ചു. ഇതൊക്കെ ഞങ്ങൾക്ക് പോയിൻറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ഇതിനെ എക്സാമ്പിളോടുകൂടി മനസ്സിൽ പതിയത്തക്ക രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ക്ലാസ്സിലാണ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് ക്ലാസ്സിന് ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.